അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 25-ാമത്തെ ഹദീസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇണക്കമുണ്ടാക്കൽ. അൻ അബീ ദർദാ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉഖ്ബിറുക്കും ബി അഫ്ളലി മാ ദറജതി സിയാമി വസ്സലാത്തി വസ്സദഖ. ഖാലൂ ബലാ യാ റസൂലല്ലാഹ്. ഖാല ഇസ്ലാഹു ദാത ബൈനി വഫസാദു ദാത ബൈനിൽ ഖാലിഖഹു. അബൂ ദർദാ റളിയല്ലാഹു അൻഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നോമ്പ്, നിസ്കാരം, ദാനധർമ്മങ്ങൾ എന്നിവയേക്കാൾ മികച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അവർ സഹാബിമാർ പറഞ്ഞു, അതേ തിരുദൂതരെ, അങ്ങ് പറഞ്ഞു തന്നാലും. അവിടുന്ന് പറഞ്ഞു, രണ്ടു പേർക്കിടയിൽ ഇണക്കമുണ്ടാക്കൽ ബന്ധവിച്ഛേദനം രണ്ടു പേർക്കിടയിൽ കുഴപ്പമുണ്ടാക്കലുമാകുന്നു. വിശ്വാസികൾക്കിടയിൽ ഇണക്കമുണ്ടാക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. വിശ്വാസികൾ പരസ്പരം ഇണങ്ങി ജീവിക്കുന്നവരാണ്. ഇസ്ലാം ഇണക്കത്തിനും ഐക്യത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന മതമാണ്. കക്ഷിത്വവും ചേരിതിരിവും ബന്ധവിച്ഛേദനത്തിൻ്റെയും പരാജയത്തിൻ്റെയും മൂലഹേതുവാണ്. വിശ്വാസികൾക്കിടയിൽ ഐക്യം സാധ്യമാക്കേണ്ടത് പ്രമാണത്തിൻ്റെ പിൻബലത്തോടെ കൂടിയാണ്. അതിന് മാത്രമാണ് സ്ഥിരത ലഭിക്കുകയുള്ളൂ. കേവലം ഭൗതിക താൽപ്പര്യങ്ങൾ മുൻനിർത്തിയുള്ള ഐക്യങ്ങൾക്കും ഇണക്കങ്ങൾക്കും കൂടുതൽ ആയുസ്സുണ്ടാവുകയില്ല. വിശ്വാസികൾക്കിടയിലെ ഇണക്കം തകർക്കൽ പാപമാണ്, നിഷിദ്ധമാണ്. വിശ്വാസികൾ തമ്മിലുള്ള അകാരണമായ പിണക്കം അവിടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കുവാനുള്ള കാരണമാണ്. തൻ്റെ അനുചരന്മാർക്ക് ഗുണകരമായ കാര്യങ്ങൾ അറിയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ഉത്സാഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കാര്യങ്ങൾ കേട്ടുപഠിക്കാനുള്ള സഹാബിമാരുടെ താൽപ്പര്യവും ഈ ഹദീസിൽ കാണാം. വത്തഖുല്ലാഹ വാസ്ലിഹു ദാത ബൈനിക്കും വഅതിഉല്ലാഹ വറസൂലഹു ഇൻ കുൻതും മുഅ്മിനീൻ. അതിനാൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കി തീർക്കുകയും ചെയ്യുക. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. വാസ്ലിഹു ദാത ബൈനിക്കും, നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കി തീർക്കണമെന്ന്. വൈൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന ഖതതലു വാസ്ലിഹു ബൈനഹുമാ ഫൈൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖറ ഫഖാതിലുൽ ലത്തി തബ്ഗി ഹത്താ തഫീഅ ഇലാ അംരില്ലാഹ് ഫൈൻ ഫാഅത് ഫാസ്ലിഹു ബൈനഹുമാ ബിൽഅദ്ലി വഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫാസ്ലിഹു ബൈന അഖ്വൈക്കും വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. ഹുജറാത്ത് 9-10 ആയത്തുകളിലാണ് ഈ വിഷയം പറയുന്നത്. സത്യവിശ്വാസികളിൽ നിന്നുള്ള രണ്ടു വിഭാഗങ്ങൾ പരസ്പരം പോരടിച്ചാൽ നിങ്ങൾ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം. എന്നിട്ട് രണ്ടിൽ ഒരു വിഭാഗം മറുവിഭാഗത്തിനെതിരെ അതിക്രമം കാണിച്ചാൽ അതിക്രമം കാണിക്കുന്ന വിഭാഗത്തോട് അവർ അള്ളാഹുവിൻ്റെ കൽപ്പനയിലേക്ക് മടങ്ങി വരുന്നതുവരെ നിങ്ങൾ സമരം നടത്തണം. അങ്ങനെ ആ വിഭാഗം മടങ്ങി വരികയാണെങ്കിൽ നീതിപൂർവം ആ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയും നിങ്ങൾ നീതി പാലിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങൾ തന്നെയാകുന്നു. അതിനാൽ നിങ്ങളുടെ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. വാതിഉല്ലാഹ വറസൂലഹു വലാ തനാസഉ വതഫ്ശലു വതദ്ഹബു റീഹക്കും വസ്ബിറു ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അള്ളാഹുവെയും അവൻ്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. എങ്കിൽ നിങ്ങൾക്ക് ധൈര്യക്ഷയം നേരിടുകയും നിങ്ങളുടെ വീര്യം നശിച്ചു പോവുകയും ചെയ്യും. നിങ്ങൾ ക്ഷമിക്കുക. തീർച്ചയായും അള്ളാഹു ക്ഷമാശീലരുടെ കൂടെയുണ്ട്. അള്ളാഹുവിൻ്റെ വല്ലാത്ത ഒരു താക്കീതാണിത്. ഈ ആയത്തുകൾക്ക് അടിസ്ഥാനത്തിൽ ഭിന്നത ഒഴിവാക്കാനും ഐക്യത്തെ കാത്തു സൂക്ഷിക്കാനും നമുക്ക് സാധിക്കണം. ഐക്യം വിട്ടുപോകുന്ന ഒരു പ്രവർത്തനവും നമ്മിൽ നിന്നുണ്ടാകാതിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.